വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോ? ഗണഗീതം മാത്രമാണോ കേരളത്തിലെ നിലവിലെ പ്രശ്നം? നിലവിൽ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ രാഷ്ട്രീയമായും മതപരമായും പല വിധത്തിലുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ പല രാഷ്ട്രീയ ശക്തികൾ, ക്ഷുദ്രശക്തികൾ നമ്മുടെ സംസ്ഥാനത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് ആവശ്യമില്ലാത്ത എൻക്വയറിയും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്നത് അതിശയകരമാണ്. നമ്മൾ കണ്ടു, നമ്മുടെ ഗവർണർ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്ന് പറഞ്ഞിട്ട് മന്ത്രി തന്നെ ഇറങ്ങി വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അത് ഈ ശിവൻകുട്ടി തന്നെ. അതല്ല, അതിനു മുമ്പ് പ്രസാദ് ഉണ്ടായിരുന്നു. പ്രസാദ് തുടങ്ങി പിന്നെ ശിവൻകുട്ടിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഞങ്ങൾ ഭാരതാംബ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രകമ്പനം കൊള്ളുന്നു, അതേസമയം പലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ രോമാഞ്ചം കൊള്ളുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്കൂളിൽ പാലസ്തീന്റെ ഒരു നാടകമോ എന്തോ അവതരിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ശിവൻകുട്ടിക്ക് വലിയ പ്രശ്നമായി. അപ്പോൾ ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ പ്രശ്നമാണ്, ഹിജാബ് ധരിച്ച് യൂണിഫോമിന്റെ ഭാഗമാക്കുന്നത് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മാറി. സ്കൂളുകളിൽ വേണമെങ്കിൽ പാലസ്തീന്റെ പതാക ഉയർത്താം, അത് പ്രശ്നമില്ല. എന്തിനും പ്രശ്നമില്ല. ഈ രാജ്യത്തെ ഭാരതാംബ എന്ന് കേൾക്കരുത്. വന്ദേ ഭാരത് എന്നുള്ള ട്രെയിനിന്റെ പേര് മാറ്റണമെന്ന് പറയാച്ചത് ഭാഗ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊരു എൻക്വയറിയാണ് ഇടേണ്ടത്. കേരളത്തിൽ ഓടുന്ന ട്രെയിനുകൾക്ക് എന്തിനു വന്ദേ ഭാരത് എന്ന് പേരിടുന്നു? അതിന് പകരം വന്ദേ പാലസ്തീൻ എന്നാക്കണമെന്ന് പറയാഞ്ഞത് ഭാഗ്യം. ആ വിധത്തിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത് തികച്ചും വർഗീയമായിട്ട് ഇക്കിളിപ്പെടുത്തുന്ന ഒരു ശൈലിയാണ്. പിന്നെ എങ്ങനെ വർഗീയത ഉണ്ടാവാതിരിക്കും? മതേതരത്വം പറയുകയും മതേതരത്വത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശൈലി നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം അതിക്രമിച്ചു വരികയാണ്. അപ്പം ഗവർണർ, അദ്ദേഹത്തിൻ്റെ വസതിയാണ് കൂടെയാണ് രാജ്ഭവൻ. അവിടെ അദ്ദേഹം ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ ഇവർക്കെന്ത് കുഴപ്പം? പക്ഷെ അത് 2 മന്ത്രിമാർ, ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് സത്യപ്രതിജ്ഞ 2 മന്ത്രിമാർ ഇറങ്ങി വന്ന് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ എന്തുകൊണ്ട്? ഇപ്പൊ അതൊന്നും ഇല്ലാതായില്ലേ? SFI കേരള യൂണിവേഴ്സിറ്റിയിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയില്ലേ? അടിക്കും വെട്ടും കുത്തും എന്നെല്ലാം പറഞ്ഞാൽ എന്തൊരു ബഹളമായിരുന്നു. അതൊന്നും ഇല്ലാതായില്ലേ? ഗണഗീതത്തിൽ എന്താണ് തെറ്റുള്ളത് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ കൊള്ളാം. അത് പാകിസ്ഥാനെ സ്തുതിക്കുന്നതാണോ, പലസ്തീനെ സ്തുതിക്കുന്നതാണോ, അല്ലെങ്കിൽ അമേരിക്കയെ സ്തുതിക്കുന്നതാണോ, അതോ ഇന്ത്യയുടെ മണ്ണിനെ സ്തുതിക്കുന്നതാണോ? ഇന്ത്യയുടെ മണ്ണിനെ സ്തുതിക്കുന്നത് ആര് പാടിയാലും അതിലെന്ത് തെറ്റിരിക്കുന്നു? അതിൽ ഒരു തെറ്റും കാണരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ അഖണ്ഡത നിലനിർത്താനായിട്ട് താല്പര്യമുള്ള ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാവരും ചിന്തിക്കേണ്ടത്, പാലിക്കേണ്ടത്. ഈ ഒരു കുത്തിത്തിരിപ്പ് മന്ത്രിയായി നമ്മുടെ മന്ത്രി മാറുകയാണ്. ഇപ്പോൾ ഹിജാബ് പ്രശ്നം, അന്ന് ആ സ്കൂളും രക്ഷിതാവും തമ്മിൽ പറഞ്ഞ് ഒത്തുതീർപ്പായ ശേഷമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ഉത്തരവ് വരുന്നതാണ് പിന്നീട് വിവാദത്തിന്റെ തുടർച്ച. അതോടൊപ്പം തന്നെ ഞാൻ കാസർഗോഡുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു, ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ ഈ പാലസ്തീന്റെ പതാക ഉയർത്തുന്നു, ആ പ്രശ്നമുണ്ടായി. അതിനെയും അത് വീണ്ടും അവിടെ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇത് കേരളത്തിൽ എന്താണ് ഒരു വിഭാഗം മാത്രം ജീവിക്കുന്നുള്ളൂ? അത് അവരെ മാത്രം പരിഗണിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ മന്ത്രി മുന്നോട്ട് പോകുന്നത്? അവർ വോട്ട് ബാങ്കാണ്. നേമത്ത് ശിവൻകുട്ടി അവസാന നിമിഷം വരെ തോറ്റു നിൽക്കുകയായിരുന്നു. ഇന്ന് മന്ത്രിയാവില്ലായിരുന്നു, MLA ആവില്ലായിരുന്നു അദ്ദേഹം. പക്ഷേ അവസാനത്തെ 3 കോർപ്പറേഷൻ വാർഡുകൾ എണ്ണിയപ്പോൾ നമുക്കറിയാമല്ലോ ഏതൊക്കെയാണെന്ന്. കമലേശ്വരം, മണക്കാട് പ്രദേശങ്ങൾ വരുന്ന 3 കോർപ്പറേഷൻ വാർഡുകൾ എണ്ണിയപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നിരുന്ന അദ്ദേഹം 5000 വോട്ടിന് മുന്നിലായി. അത് തന്നെയാണ് ഗണഗീതത്തിനോട് അദ്ദേഹത്തിനുള്ള വിരോധം. അല്ലാതെ അദ്ദേഹത്തിന് ഗണഗീതത്തിനോട് ഒരു വിരോധമില്ല, ഭാരതാംബയോടും വിരോധമില്ല. ഭാരതാംബയെ അദ്ദേഹം പൂജിക്കും. പക്ഷെ ഭാരതാംബയെ പൂജിക്കുന്നവർ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുമെങ്കിൽ അദ്ദേഹം മറ്റേതിനെ എതിർക്കും. PFI എതിർക്കും, അല്ലെങ്കിൽ പലസ്തീനെ എതിർക്കും, ഗാസയെ എതിർക്കും, പാകിസ്ഥാനെ എതിർക്കും, മലപ്പുറത്തെയും വേണമെങ്കിൽ എതിർക്കും. പക്ഷെ വോട്ട് കൊടുക്കണം. നിങ്ങൾ വോട്ട് കൊടുക്കാതെ അദ്ദേഹത്തിനോട് എതിർക്കാൻ പറഞ്ഞ് അദ്ദേഹം വിട്ട് സമ്മതിച്ചു. അയ്യപ്പ സംഗമം നടത്തും. അത് കഴിഞ്ഞിട്ട് പാലസ്തീൻ സംഗമം നടത്തും. അത് കഴിഞ്ഞിട്ട് ഗാസ ഐക്യദാർഢ്യം വരും, മനുഷ്യചങ്ങല വരും, എല്ലാം വരും. ആര് വോട്ട് കൊടുക്കുവോ അതിനായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയുടെ അഖണ്ഡതയെ ബലികഴിപ്പിക്കുന്നെങ്കിൽ അത് വലിയ കാര്യമാണ്, വലിയ സീരിയസ് ആയ കാര്യമാണ്. ഇത്തരം വിവാദങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകുമോ? കാരണം തുടർച്ചയായി ഉണ്ടാകുന്നല്ലോ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ. ഈ കുട്ടികളുടെ യൂണിഫോമുമായി ബന്ധപ്പെട്ട്, ഹിജാബുമായി ബന്ധപ്പെട്ട്, സമയക്രമവുമായി ബന്ധപ്പെട്ട് തുടർ സംഭവങ്ങളാണ്.
അതാ പറഞ്ഞേ, വോട്ട് ബാങ്ക് നിങ്ങൾക്കില്ല, വോട്ട് ബാങ്ക് ചിലർക്കുണ്ട്. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടെ നിൽക്കും, വോട്ട് ബാങ്ക് ഇല്ലെങ്കിൽ കൂടെ നിൽക്കില്ല. ഒന്നെങ്കിൽ വോട്ട് ബാങ്ക് വേണം, അല്ലെങ്കിൽ കാശ് വേണം. കാശുണ്ടെങ്കിൽ നിൽക്കും. കാരണം ഇലക്ഷൻ പ്രചരണത്തിന് കാശ് വേണം. കാശ് കൊടുക്കുന്നവർക്ക് അനുകൂലമായി. അല്ല, ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പോകുമ്പോൾ അവിടെ ബി.ജെ.പിക്ക് വളർച്ച ഉണ്ടാകുകയാണല്ലോ. തീർച്ചയായിട്ടും അത് അവരറിയുന്നില്ലല്ലോ. അത് അതിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. സ്വന്തം കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ പാർട്ടി നടത്തിയ പഠനത്തിലൂടെ മനസ്സിലായി. ഹിന്ദു വോട്ടുകൾ വ്യാപകമായി CPM-ൽ നിന്ന് ഒലിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളത് പഠിക്കില്ല, ഒലിച്ചു പോകുന്നു എന്നുള്ളത് മാത്രം പഠിക്കും. എന്തുകൊണ്ടാണ് പോയതെന്ന് പഠിക്കില്ല. അതിന് പകരം ചെയ്യുന്നത് അയ്യപ്പ സംഗമം നടത്തും, അപ്പുറത്ത് PFI സംഗമം നടത്തും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗമം നടത്തും. അപ്പോൾ ഈ സംഗമങ്ങൾ നടത്തുമ്പോൾ സംഭവിക്കുന്നത്, ഒരു സംഗമവും നടത്തണ്ട, ഞാൻ പറഞ്ഞ അയ്യപ്പ സംഗമവും നടത്തണ്ട, പാലസ്തീൻ സംഗമവും നടത്തണ്ട, ഒരു സംഗമവും നടത്തണ്ട. മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നതാണ്, അല്ലാതെ ഏതെങ്കിലും മതത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മന്ത്രിമാരും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മതേതരത്വം എന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും നമുക്കൊന്നും അറിഞ്ഞൂടാ, ഇവർക്കേ അറിയാവൂ. പക്ഷേ ഒരു പ്രവൃത്തിയിലില്ല, പറച്ചിലുണ്ട്. ഇത് തുടരുന്നിടത്തോളം കാലം നമുക്ക് ഗണഗീതവും ചൊല്ലാൻ ഒക്കില്ല, ഭാരതാംബ എന്ന് പറയാൻ ഒക്കില്ല. വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ എന്തുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ അവർ യാതൊരു പൈസയും സംസ്ഥാനത്ത് നിന്ന് വാങ്ങിക്കാതെ ഓടിക്കുന്നുകൊണ്ടാണ്. 10 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നുണ്ടെങ്കിൽ ബഹളം വെച്ചത്. ഞങ്ങളും കൂടെ നിശ്ചയിക്കും അതിന്റെ പേര്. ഈ ഭാരതാംബ വിവാദം വന്നപ്പോൾ CPM-ന്റെ നേതാവ് തന്നെ ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് നാം കണ്ടു. ഇപ്പോൾ ഈ വിവാദം ഉണ്ടായപ്പോൾ DYFI പ്രവർത്തകർ സാരേ ജഹാം സെ അച്ഛ പാടുകയാണ്. അപ്പോൾ ദേശീയബോധം കേരളത്തിൽ വളരുന്നുണ്ടോ? ദേശീയബോധം വളരണമെങ്കിൽ ദേശീയബോധം ഉള്ളവന് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള ഒരു ബോധം വരണം. ഇപ്പം അത്തരത്തിൽ ബോധം വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ചിലരൊക്കെ ഇപ്പം ചിന്തിക്കുന്നത്. ഹിന്ദുവിൻ്റെ ബോധം ഉണരുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അയ്യപ്പ സംഗമം വന്നത്. ഇല്ലെങ്കിൽ ആരെങ്കിലും അയ്യപ്പനെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയായ ബ്രഹ്മചര്യം ലംഘിക്കാനായിട്ട് സ്ത്രീ പ്രവേശനത്തിന് മുദ്രാവാക്യം വിളിച്ചവർ അയ്യപ്പ സംഗമം നടത്തിയിരിക്കുകയാണ്. പ്രഖ്യാപനം നടത്തിയല്ലോ സ്വരാജ്, അയ്യപ്പന്റെ വിവാഹം കഴിഞ്ഞു. അതെ, അത്തരത്തിൽ എന്തെല്ലാം പ്രകോപനപരമായ പ്രസ്താവനകൾ ആണും പെണ്ണും ഒക്കെ നടത്തി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം അയ്യപ്പ സംഗമം നടത്തി. മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോട്ടുണ്ടെങ്കിൽ കൂറുണ്ട്, വോട്ടില്ലെങ്കിൽ കൂറില്ല. ഇതാണ് ഇപ്പോഴത്തെ കാലം. അല്ല, ഇത് ഇത്ര സംഭവങ്ങൾ പണ്ട് പറയും 10 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തു എന്ന് പറയില്ലേ. ഇപ്പം വെള്ളിക്കാശും സ്ഥാനവും മാനവും പിന്നെ അതിനേക്കാൾ അപ്പുറമുള്ള സുഖ സൗകര്യങ്ങളും അമേരിക്കയിൽ പോയി ചികിത്സിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഉണ്ടാക്കാൻ വോട്ട് വേണം. അപ്പോൾ 10 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തവർ ഇപ്പം 10 വോട്ടിന് വേണ്ടി ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കും. അല്ല, ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്കും ഇപ്പോൾ ദേശീയതയെ ആരെങ്കിലും പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് BJP അനുകൂലമായി തോന്നുന്നത് എന്താണ്? അവിടെയല്ലേ ഇവർക്ക് തെറ്റുപറ്റുന്നത്? അല്ല, അത് തെറ്റാണെന്നുള്ളത് അവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അവരുദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കൂടെ വേറൊരു വോട്ട് ബാങ്ക് നിൽക്കുന്നു, അതാണ് കുറെ കൂടെ സ്ട്രോങ്. ആ സ്ട്രോങ് എന്നുള്ളത് മാറും, കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് മാറും. അവസാനം അവർക്ക് മനസ്സിലാകും ഇപ്പം ന്യൂനപക്ഷ വോട്ടുകളാണ് സ്ട്രോങ് എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഭൂരിപക്ഷ വോട്ടുകൾ ഇപ്പോഴും സ്ട്രോങ് അല്ല. ന്യൂനപക്ഷ വോട്ടുകൾ സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കാലം ന്യൂനപക്ഷങ്ങളുടെ അധമ വികാരങ്ങൾ, ഞാനിത് ശരിയായ വികാരം എന്നല്ല പറഞ്ഞത്, അധമ വികാരങ്ങളെ ഉണർത്താനായിട്ട് സഹകരിക്കുക. അതായത് രാഷ്ട്രത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ശരിയായ വികാരം. രാഷ്ട്രത്തിന് വിരുദ്ധമായി നിൽക്കുക എന്നുള്ളതാണ് അധമ വികാരം. രാഷ്ട്രത്തിൻ്റെ പേരുച്ചരിക്കാൻ പാടില്ല, രാഷ്ട്രത്തിൻ്റെ പുണ്യഭൂമി എന്ന് പറയാൻ പാടില്ല, ഭാരതാംബ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന സംസ്കാരം മാറും. എങ്ങനെ? ഭൂരിപക്ഷം വോട്ടും ഇതുപോലെ എൻട്രേറ്റ് ചെയ്ത് കുറേശ്ശെ വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മാറും. അപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ചില കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തെക്കൻ കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അയ്യപ്പ സംഗമം വെച്ചത്. ഇല്ലെങ്കിൽ അയ്യപ്പ സംഗമം വെക്കില്ലായിരുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോൾ ഇലക്ഷന് മുമ്പായിട്ട് വന്നേനെ ഒരു സ്ത്രീ പ്രവേശനം കൂടെ നടത്തിയേനെ. കാരണം വോട്ട് അവിടെ മാത്രമാണെന്ന് ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ വോട്ട് അവിടെ മാത്രമല്ല ഇവിടെയും പോകുന്നുണ്ട് എന്ന് കഴിഞ്ഞ പാർട്ടി പഠനത്തിൽ മനസ്സിലായി. അതുകൊണ്ടാണ് അത് വരുന്നത്. ഇത്തരം ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ വാർത്ത നൽകുന്നത് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ? അപ്പോൾ ഈ മാധ്യമങ്ങളല്ലേ നമ്മുടെ സമൂഹത്തെ ഇപ്പോൾ തെറ്റായ വഴിക്ക് നടത്തുന്നത്? അല്ല, മാധ്യമങ്ങൾക്കും ഇതേ പ്രശ്നമുണ്ട്. മാധ്യമങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് പ്രശ്നം, ഫണ്ടിന്റെ പ്രശ്നം, പല കാര്യങ്ങളുണ്ട്. അവർക്കും തുറന്നു പറയാൻ ചിലത് ബുദ്ധിമുട്ട് വരും.
പിന്നെ അവർ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. ചിലർ പിന്നെ അവരുടെ ഷെയർ വരെ അത്തരത്തിലുള്ളവരിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നവർക്ക് പിന്നെ ഒന്നും പറയാൻ ഒക്കില്ല. ചിലപ്പോൾ ജോലി പള്ളിപ്പുറത്താണ്. ഈ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ചിലർ വരുന്നില്ലേ, അവർക്ക് ആ ജോലി കിട്ടണ്ടേ? എല്ലാവരും ചില്ലറ പൈസയൊന്നുമല്ല വാങ്ങിക്കുന്നത്. 8-10 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ട് സൂഹിക്കുന്നവരില്ലേ? നിസ്സാരമായ ശമ്പളങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ 10 ലക്ഷമോ 20 ലക്ഷമോ വാങ്ങിക്കുന്ന ആങ്കർമാരുണ്ട്. അപ്പോൾ അവർക്ക് നിസ്സാരമല്ല. നിങ്ങൾ പറയുന്ന പോലെ ഭാരതാംബയെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഈ പൈസ കിട്ടില്ല. അവർക്ക് കുത്തിത്തിരിപ്പിന് പ്രത്യേക പൈസ കിട്ടും. അപ്പോൾ അവരത് തുടരും. അപ്പം ഇതെല്ലാം മനസ്സിലാക്കാൻ കേരളത്തിലെ ജനത പക്വതയുള്ളവരായി തീരുക എന്നുള്ളത് മാത്രമേ അതിന് മാർഗമുള്ളൂ. നാം പക്വതയുള്ളവരാകുമ്പോൾ എല്ലാ വിവേചനങ്ങളെയും നമ്മൾ വേർതിരിച്ചറിയുമ്പോൾ, ഞാൻ ഒരു വിവേചനമല്ല, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും ഒക്കെ വിവേചിച്ച് നിർത്തുന്ന ശക്തികളെ തിരിച്ചറിയുക. അതറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് യഥാർത്ഥ ശക്തികൾ. ഞാൻ ഇന്നലെ ഏതാണ്ടാണ് ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്കായി ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നു, മുസ്ലിം സ്ത്രീകളുടെ മോചനത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യുന്നു, മുസ്ലിം ജനതയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമ്മൾ അവരുമായി ഒന്നിക്കേണ്ട കാലമായില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ മാറ്റം വരും. അതിനാണ് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആരാണോ വിഘടനവാദം ഉണ്ടാക്കുന്നത്, ആരാണോ തീവ്രവാദം ഉണ്ടാക്കുന്നത്, അവരെ മാത്രം അറ്റാക്ക് ചെയ്യും, ആ ജനതയെ മൊത്തം അറ്റാക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പുതിയ തന്ത്രം ഇന്ത്യ ഗവൺമെൻറ്റും ഭാരതീയ ജനതാ പാർട്ടിയും RSSും ഒക്കെ എടുത്തിട്ടുണ്ട്. അവർ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത് അവരുടെ ആരാധനാലയം, അവരുടെ ജീവിത രീതി, അവരുടെ ആരാധനാ ക്രമം, പിന്നെ ക്രമം, മതാചാരം, മതവിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാത്തിനും പ്രോത്സാഹനം കൊടുക്കുകയും അവരെ വളരാൻ അനുവദിക്കുകയും ചെയ്യും. പക്ഷേ തീവ്രവാദം പറയുന്നവരെ പൊക്കി അകത്തിടും. ഈ ശൈലി ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അഖണ്ഡതയാണ് പ്രധാനം. ഏക്താ ദിൻ്റെ 150-ാം ദിവസം, 150-ാം വർഷമാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലേ? ഏക്താ ദിൻ ആചരിച്ച കൊണ്ടുവന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ ഏകതയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടിൽ പ്രചരിക്കുന്ന മുദ്രാവാക്യം. അതാണ് ഡോക്ടർ അബ്ദുൽ സലാം എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന മഹാനായ വ്യക്തി, വിദ്യാഭ്യാസ വിചക്ഷണൻ, മുസ്ലിം ജനതയെ അടക്കമുള്ളവരോട് പറഞ്ഞത്. അത് നമ്മൾ കേൾക്കേണ്ട ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു. ഞാനത് കുറച്ച് കേട്ടേ ഉള്ളൂ. എനിക്കത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം മുസ്ലിം ജനതയോട് മാത്രമല്ല എല്ലാ ന്യൂനപക്ഷങ്ങളോടും പറഞ്ഞത് അതാണ്. ചില ന്യൂനപക്ഷങ്ങൾ ഇപ്പം തന്നെ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനിറ്റി അടക്കമുള്ളവർ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു അവരുടെ ചിന്താഗതിക്ക്. രാഷ്ട്രത്തിനൊപ്പം നിൽക്കണം, വികസനത്തിന് ആര് പ്രാധാന്യം കൊടുക്കുന്നു അവരോടൊപ്പം നിൽക്കണം. ആ സന്ദർഭത്തിൽ നമുക്കും അർഹമായത് ലഭിക്കുന്നതിന് അത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്കും കഴിയണം എന്ന് പറഞ്ഞൊരു നല്ല പ്രസ്താവനയാണ് ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെ കണ്ടത്. അത് എല്ലാവരും മനഃപ്പാഠമാക്കണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം മനഃപ്പാഠമാക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ പോകുന്നത്. ഇന്ത്യ വിഘടനവാദത്തിൻ്റെ ഒരു കേന്ദ്രമാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.